ലാലേട്ടൻ പി ആറിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ആർക്കൊക്കെയാണ് പി ആർ ഉള്ളത്? അനുമോളാണ് പി ആർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം അനുമോളോട് ചോദിക്കുകയാണ്, ദാ പിന്നാലെ വരുന്നു എല്ലാ സത്യങ്ങളും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം ചോദിച്ച കാര്യമാണ് പി ആർ. ആർക്കൊക്കെ പി ആർ ഉണ്ടെന്നും ആർക്കൊക്കെ ഇല്ലെന്നും ഞങ്ങൾക്കറിയാം. ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ലാലേട്ടൻ വന്നവരോട് ചോദിക്കുന്നത്. അനുമോൾ പി ആർ കൊടുക്കുക മാത്രമല്ല അത് പറഞ്ഞുകൊണ്ട് കൂടി നടക്കുന്നോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനുമോൾ പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന്. പിന്നീടാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പാനി പോയ ദിവസം പറഞ്ഞു അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അപ്പാനി പോയി, പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുക, ഇനി ബാലൻസ് എമൗണ്ട് എങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ അനുമോൾ സംസാരിച്ചു അത്രേ. ഇത് ബിന്നി ലാലേട്ടൻ്റെ മുന്നിൽ പറയാണ്. അനുമോൾ പി ആർ കൊടുത്തിട്ടുണ്ടോ എന്ന് ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചു. ഷാനവാസ് പറയാണ് അതെ കൊടുത്തിട്ടുണ്ട്, അക്ബർ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അക്ബറിനോട് ചോദിച്ചപ്പോൾ അക്ബർ കൊടുത്ത അതേ ടീമിന് തന്നെയാണ് അനുമോളും കൊടുത്തിരിക്കുന്നത് അത്രേ. 16 ലക്ഷമൊക്കെ ഒരു ചെറിയൊരു എമൗണ്ടാണ് കേട്ടോ ഇവരെ സംബന്ധിച്ച്. ലാലേട്ടൻ പറയുന്നത് 16 ലക്ഷമൊക്കെ ചെറിയ എമൗണ്ട് ആണോ എന്ന്. ലാലേട്ടൻ അത് ചെറിയൊരു എമൗണ്ട് അല്ല, പക്ഷെ അവർക്കൊക്കെ അത് ചെറിയൊരു എമൗണ്ട് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കാര്യം തീർത്ത് പറഞ്ഞിരിക്കുകയാണ്, പി ആർ കൊടുത്ത്, ആ ഉമ്മയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പെരിയാർ കൊടുത്ത് വന്നവർക്കൊന്നും ഒരു പക്ഷേ അധികം നാൾ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം വിജയിച്ച് വരില്ല. പി ആർ കൊടുത്ത് വന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കളിക്കാതെ വന്നവരാണെങ്കിൽ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കും എന്ന് ലാലേട്ടൻ അവിടെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. പി ആർ കൊടുത്ത് വന്നിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നൊരു വോട്ട് ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല ഒരു ദിവസത്തെ പ്രവൃത്തി മാത്രം മതി ഇതെല്ലാം മാറി മറിയാനായിട്ട്. പി ആർ കൊടുത്തു വന്നത് ആരൊക്കെയാണ്? ആര്യനോട് ചോദിച്ചു, ആര്യൻ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് സമ്മതിച്ചു കേട്ടോ. ആര്യനും അനുമോളുമാണ് സമ്മതിച്ചിരിക്കുന്നത്. പിന്നെ അക്ബറും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അക്ബർ അധികം ന്യായീകരിക്കാൻ നിന്നില്ല, ഒരുപക്ഷെ അക്ബർ കൊടുത്തുകൊണ്ടായിരിക്കാം. എന്നാൽ പി ആർ കൊടുക്കാണ്ട് വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് നിവിനാണ്. അനീഷ് പി ആർ കൊടുത്തിട്ടുണ്ടെന്നൊന്നും ലാലേട്ടൻ പറഞ്ഞില്ല. അനീഷിന് അറിയാൻ പാടില്ലാത്ത കാര്യം ലാലേട്ടൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പി ആർ കൊടുത്തു വന്നവർ മാത്രം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയില്ല, അല്ലെങ്കിൽ വിജയമായിട്ട് വരില്ല. പ്രേക്ഷകരുടെ വോട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ നന്നായി കളിച്ചാൽ മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുള്ളൂ, അല്ലെങ്കിൽ വിന്നർ ആവുകയുള്ളൂ. ആ ചരിത്രമുള്ളൂ എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി പൂർണ്ണമായിട്ട് വിശ്വസിക്കാം പി ആറിൻ്റെ ബലത്തിൽ വന്നവരാരും തന്നെ കപ്പടിക്കില്ല എന്ന്. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.